മധ്യപ്രദേശിലെ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ കോളേജിൽ ഹിന്ദി രീതിയിൽ MBBS പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു കുട്ടി പോലും ജോയിൻ ചെയ്തില്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ സിസ്റ്ററിന്റെ അഭിപ്രായം? ആക്ച്വലി ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ചിരിയാ വരുന്നത്. കാരണം നമ്മൾ മലയാളത്തിലേക്ക് ചില ഇംഗ്ലീഷ് വാക്കുകൾ തർജ്ജമ ചെയ്യുമ്പോൾ അതിന്റെ നീളം സ്വിച്ച് സാർ സ്വിച്ച് ഇടാവോ എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ സാർ വൈദ്യുതാഗമന നിഗമന നിയന്ത്രണ യന്ത്രം ഒന്ന് തൊടാവോ എന്ന് ചോദിക്കുന്ന ആ ഒരു കോമഡി പോയിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതാറുണ്ട്. അപ്പം ഞാൻ ചില സമയങ്ങളിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് 2-3 ആർട്ടിക്കിൾസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ചില വാക്കുകൾക്ക് ചില മലയാളം വാക്കുകൾക്ക് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും വാക്കിലേക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ടേംസിനെ നമ്മൾ മലയാളത്തിലേക്കോ ഒരു സ്വന്തം വേറൊരു മറ്റൊരു ഭാഷയിലേക്ക് മാതൃഭാഷയിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അവർക്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ദാൻ their native language. I feel that is why maybe ആ കുട്ടികൾ അങ്ങനെ ഒരു ഇതിന് ഇപ്പോൾ സാർ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് മാതൃഭാഷയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുമുണ്ട്. ഇന്നാളുവരെ കൊടുത്തിട്ടുണ്ട്. ബസ്സുകളുടെ എല്ലാ ടെക്സ്റ്റുകളും, അതായത് നിയമഗ്രന്ഥങ്ങൾ, മെഡിക്കൽ സയൻസ്, അതായത് യൂണിവേഴ്സൽ ടെക്സ്റ്റുകൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് മനോഹാരിത കാണും, ചില കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആവാൻ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടികൾ കൂടാണ്ടൊരു. അതേപോലെ സിസ്റ്റർ റിക്വസ്റ്റ് ഉണ്ട്. അപ്പം ഫീമെയിൽ എംപവർമെൻറ്റ്, അതായത് സ്ത്രീകൾക്ക് എംപവർ ചെയ്യാൻ വേണ്ടി കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭാവനയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ആർഷഭാരത മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പം ഈ സ്ത്രീകളെ എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ സഭയും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും മിഷണറി വർക്കും വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഇവരെ മാറ്റിക്കൊണ്ട് എന്തിനാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് എനിക്ക്, അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിന് അവർക്ക് അറിവ് കിട്ടി, ട്രൈബ്സിന് അറിവ് കിട്ടി, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് ഹെൽത്ത് കിട്ടി, അതായത് അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർ നേട്ടം കൊയ്തു. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. C. രാജഗോപാലാചാര്യ, നമ്മുടെ ഭാരതത്തിന്റെ അവസാനത്തെ ഗവർണർ ജനറൽ, അദ്ദേഹം പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ഗോഡസ് സരസ്വതി ടു ഇന്ത്യ.